കില്ലാടികളെ നമ്മുടെ തൊപ്പി കാസ്ട്രോ ഡോക്കി ആൻഡ് അച്ചായന്റെ വിഷയം കില്ലാടില്ല ഈ സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംഭവം ഇന്നലാണ് കില്ലാടികൾ അറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈവ് കണ്ടു തൊപ്പിയുടെ. ഞാൻ അങ്ങനെ തൊപ്പിയുടെ ലൈവിലൊന്നും കയറാറില്ല കില്ലാട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആണെങ്കിൽ മാത്രം കാണുള്ളൂ. ഇപ്പോൾ തൊപ്പിയുടെ ഷോർട്സ് കുറയാനുണ്ട്, പിന്നെ ഇൻസ്റ്റാ പേജ് ഫോളോയിങ് ആണ്, പിന്നെ അങ്ങനത്തെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഞാൻ അങ്ങനെ ഷോർട്ട് വീഡിയോസ് മാത്രം കാണാറുള്ളൂ. ലൈവ് അങ്ങനെ ഫുൾ IR ലൈവ് ഒന്നും കാണില്ല കില്ലാടല്ലേ. എന്ന് വെച്ചാൽ IR ലൈവിൽ തന്നെ കുറേ സംഭവങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല സീക്വൻസുകൾ മാത്രം എടുത്ത് കട്ട് ചെയ്ത് വിടുന്ന പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് മാത്രം ഞാൻ കാണുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഫുൾ എന്റർടൈൻമെന്റ് ആണ് മച്ചേ. അപ്പോൾ BGMIയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ PUBGയുടെ. അപ്പോൾ അതിനു വേണ്ടി തൊപ്പി കാസ്ട്രോ ഇവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാസ്ട്രോ നമ്മുടെ ഡോക്കി ഇവർ കാസ്ട്രോ ടീമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ കാസ്ട്രോ BGMIയുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളതാണ്, തൊപ്പി BGMIയുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ളതാണ് ഇല്ലാട്ടല്ലേ. അപ്പോൾ ഈ സംഭവം വന്നിട്ട് നമ്മുടെ തൊപ്പിക്ക് പാസ് ഇല്ല ഇല്ലാട്ടല്ലേ. നമ്മുടെ കാസ്ട്രോയ്ക്ക് ആണെങ്കിൽ VIP പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തൊപ്പി എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇവന്റ് അല്ലെങ്കിൽ ഉദ്ഘാടനം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ലൈവ് കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് തൊപ്പിയുടെ. നിങ്ങൾക്ക് ചാനലൊക്കെ അറിയാലോ ഇല്ലാട്ട, ചാനലല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ മനസ്സിലാവും. അപ്പൊ സെയിം സമയത്ത് ഇല്ലാട്ടില്ല പോയ സമയത്ത് ഇപ്പൊ അച്ചായനുണ്ട് കിലോയുടെ കൂടെ. അച്ചായന് ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് തൊപ്പിയെ കൊണ്ടുവന്നത്. അപ്പൊ അച്ചായനൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചെറിയ സീനുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു ഫുൾ എന്റർടൈൻമെന്റ് ആണ് ഇല്ലാട്ടില്ല, കുഴപ്പമില്ല. പക്ഷെ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഇടയ്ക്ക് തെറിവിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനെന്താ സംഭവം ചോദിച്ചിട്ടില്ല, ഈ സംഭവത്തിന് പോയി. അപ്പൊ നമ്മുടെ കാസ്ട്രോ വന്നു BMW i4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് വണ്ടിയിൽ i4 ഇല്ലാതെ കാസ്ട്രോ എടുത്ത സമയത്ത് BMW കഥ പറഞ്ഞാൽ വലിയ കഥയാണ് ഇല്ലാതെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറുപ്രായത്തിൽ സ്വന്തമാക്കി ഒരേ ഒരു വ്യക്തി BMW നമ്മുടെ കാസ്ട്രോ തന്നെയാണ് ഇല്ലാതെ അഭിമാനിക്കാം. സത്യം പറഞ്ഞു ഗെയിമിംഗ് കമ്മ്യൂണിറ്റി വഴി ഡെവലപ്പ് ആയിട്ട് ഇങ്ങനെ എടുത്തൊരു കാർ സ്വന്തമായിട്ട് ഒരു ചെറുപ്രായത്തിന് എടുത്തില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കും ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ ഇരിക്കട്ടില്ല. അപ്പോൾ വന്ന സമയത്ത് നമ്മുടെ കാസ്ട്രോ വന്ന സമയത്ത് തൊപ്പി ലൈവിലാണ് ഓൾറെഡി ലൈവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൊപ്പി ചോദിക്കുന്നുണ്ട്, എടാ നമുക്ക് BMW ഒന്ന് ഓടിക്കാൻ ചോദിച്ചല്ലോ റൗണ്ട് കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ അച്ചായന്മാർ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും എന്നിട്ട് പോകണ്ടില്ലല്ലോ, നേരെ BMW ഇടയ്ക്ക് പോകുന്നുണ്ട്. കാസ്ട്രോ അത് പോയി ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എന്നിട്ട് തൊപ്പി പറയുന്നുണ്ട്, എടാ മാറ്റിക്കടോ ഒരു റൗണ്ട് താടാന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ട്. പക്ഷെ കാസ്ട്രോയ്ക്ക് എന്താണല്ലോ എത്രയോ ലക്ഷം രൂപ വില വരുന്ന വണ്ടി. അപ്പോൾ ആർക്കായാലും ഒന്നും മടിക്കുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ പക്ഷെ കമ്മ്യൂണിറ്റിയിലുള്ളതാണ്, സെയിം ഫ്രണ്ടൊക്കെയാണ്. ബട്ട് എന്നാലും തൊപ്പി പറഞ്ഞ കുറച്ച് ആൾ പറഞ്ഞില്ലല്ലോ, ഒരു വൈബാണ്, ഫുൾ ചില്ലാണ്. അപ്പൊ അതുകൊണ്ട് കാസ്ട്രോ പറഞ്ഞു, ഇല്ലടാ നീ ഓടിക്കാൻ നീ കയറിക്കോ, ഞാൻ നിങ്ങളോട് കൊണ്ടുപോകാൻ. അപ്പൊ തൊപ്പി കുഴപ്പമില്ല പറഞ്ഞില്ലല്ലോ, എന്താ വെച്ചാൽ കുഴപ്പമില്ലാണ്ട് പറഞ്ഞു. അപ്പൊ അച്ചായൻ പറയുന്നത് വൺ ഡേ ഞങ്ങൾ തെട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ ലൈവാണ് ഇല്ലല്ലോ. ആ ലൈവിൽ ഈ വണ്ടി കൊടുക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് ഫുള്ള് തെറി, കാസ്ട്രോയ്ക്കൊക്കെ എതിരെ ഫുള്ള് തെറി പറഞ്ഞാൽ തെറി. എന്താ സംഭവം എന്ന് അറിയില്ല. പിള്ളേർ അങ്ങനെ ഇല്ല, ഇപ്പോഴത്തെ ഈ 2K പിള്ളേർക്ക് അങ്ങനെ മനസ്സിലായില്ല. എന്താ സംഭവം എന്ന് അറിയാതെ ചാടി കയറി ഇതാവും. അപ്പൊ ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യണം, ലൈവിന് ചെറിയൊരു സീൻ എടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. എന്നിട്ട് ഞാൻ കാസ്ട്രോ വന്നിട്ട് വേറെ വീഡിയോ ഇട്ടില്ല, സത്യാവസ്ഥ ഇതാണ് അച്ഛൻ ഇഷ്യൂ ഉണ്ട്. അപ്പൊ ഞാൻ അത് പ്ലേ ചെയ്യണം. ആദ്യം നമ്മുടെ തൊപ്പി തെറി വിളിക്കേണ്ട കാരണം നമ്മുടെ തൊപ്പി അല്ല അച്ചായൻ നമ്മുടെ ഡോക്കിയെ തെറി വിളിക്കുന്ന കാരണം ആ സംഭവങ്ങൾ ഇവിടെ പ്ലേ ചെയ്യാം. സംഭവം തെറ്റായാലും വല്ല നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊന്നും കാണാം. പിന്നെ എന്തിനാ ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് കയറുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ടിക്കറ്റ് എടുത്ത് കയറുന്നത് പറടാ. കാസ്ട്രോന്റെ വ്യൂ നോക്കിയാ ഓടിക്കാൻ നേരം നോക്കിക്കാ. ഓടിക്കാൻ നേരം നോക്കിക്കാ. വാ 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 വാ. എടാ അത് തരൂലടാ. തരും 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 തരൂലടാ. തരും. ഇതാ പഠിച്ചായിരുന്നല്ലോ. എടാ എടാ നാറ്റിക്കല്ല. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് പ്ലീസ്. നാറ്റിക്കല്ല. തരൂല. എടാ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ കൊടുത്തില്ല. ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക് സാധനം നോക്കടാ. നോക്കടാ. ഹലോ ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ പോയെന്ന്. നീ അങ്ങോട്ട് മാറിയ കുഞ്ഞോ വേണോ? ഇത് i4 അല്ലേ ബ്രദർ? വൺ ഡേ, ഒരു നാൾ. ഏതാ അച്ഛൻ അറിയില്ല എനിക്ക്. വേണ്ട അവൻ അറിയണ്ട. ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്താ അറിയില്ല. ഇവനാണ് മൊത്തം ശരിയാ. എന്ത് എടാ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. മതിയാ. ഡോക്കി മതി. വിട് അച്ഛാ. അറിയുന്ന നീ പോടാ മൈരാടുന്നു.
എന്താടാ നിന്റെ തന്ത എടാ ഞാനാണ് നിന്റെ തന്ത Yes. We have already given the names. Yeah. Can you wait for 5 minutes? We'll arrange the pass. എടാ Okay. Just wait for 5 മകനെ അടി ഇത് മൊത്തം കട്ട ഡിലേ ആട്ടോ. ഡിലേ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു പെമ്പിള്ളാറ് പോലും ഇല്ല. എന്ത് ഹിന്ദിക്കാരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ കേറിയാ അച്ചായോ മൈക്കേടാ നന്നായി അയാളെ അടുത്ത് തെറി വിളിക്കുന്നുണ്ടാവും കേട്ടോ. അവിടെ സംസാരം നടക്കുന്നത് What? He's my friend. This is also my friend, so I can't do anything. Acha, your friends are fighting. Yeah. ഇറ്റ്സ് ചോക്ക്. ആ മൈക്കിങ് ഊരി തന്നെ നിങ്ങൾ അവിടെ പോയി വല്ല തെറി പറഞ്ഞാ ഇത് ലൈവാണ്. ഓ എന്ത് തെറി അവൻ പറഞ്ഞത് തിരിച്ചു പറഞ്ഞു. കുടിച്ച് എത്ര സമയം നിക്കണം? 5 minutes, right? Yeah, wait for 5 minutes. We'll get the pass. Okay, no problem. അച്ഛൻ എന്താ പറഞ്ഞടാ? അച്ഛൻ എന്താ പറഞ്ഞേ? എടാ ഞാൻ കേട്ടില്ല, ഞാൻ ഇവിടെ ദൂരത്തുള്ള മൈക്ക് ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ, ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടാ? എന്താ പറഞ്ഞേ? പട്ടിഷോ അച്ഛനാ? എടാ എന്താ പറഞ്ഞ സംഭവം? എന്ത് ഡോക്കി വേഴ്സസ് അച്ചായൻ? പണ്ണിയെണ്ണ അടുപ്പിച്ചാലോ ഡോക്കി അച്ചായനോ? കിക്ക് അച്ചായൻ പട്ടിഷോ? എടാ വിട് പോട്ടെ അച്ചായ ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. ഇല്ല നിന്നെ വണ്ടിക്കകത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് കയറി കൊണ്ടു. അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത്, മേടിക്കരുത്, ചോദിക്കരുത്. അതെനിക്ക് നടക്കണം. ഈ സീനിൽ ഞാൻ ഉണ്ടാവും. ആ നീ ഉണ്ട്. ഞാൻ അപ്പൊ നിനക്കൊരു മൈരും അറിയാൻ മേലെ? ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറിയിരിക്കണമെന്ന്. നിനക്കില്ല BMW വേണ്ട നിനക്ക്? ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ? അല്ല അതല്ല ഞാൻ മതി. ഒഴിവാക്ക് വിട് 1v1 അപ്പൊ ഇതാണ് ക്ലിയർ സംഭവം. തെറി പറഞ്ഞ സീൻ കാര്യങ്ങളൊക്കെ ഇതാണ്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ പിന്നെ പറയുന്നുണ്ട് അവിടെ വണ്ടി ഞങ്ങളത് മേടിക്കുന്നൊക്കെ പറയുന്നുണ്ട്. നല്ലതായിരിക്കില്ലല്ലോ. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എവിടെന്നെങ്കിലൊക്കെ ഇൻസൾട്ട് അല്ലെങ്കിൽ നമുക്കത് പറ്റിയില്ല അല്ലെങ്കിൽ നമ്മൾക്ക് തന്നില്ല. പക്ഷേ ഇൻസൾട്ട് ഞങ്ങൾ നൽകിയിട്ടില്ല. ഇതൊരു എന്താ വെച്ചാൽ കാസ്ട്രോയ്ക്ക് തൊപ്പിനെ അറിയാം, തൊപ്പിക്ക് കാസ്ട്രോനെ അറിയാം, മനസ്സിലാവും. അവർ തമ്മിൽ ഫ്രണ്ട്സാണ്. പക്ഷേ അച്ചായൻ ഇതിനിടയിൽ കയറി വന്നിട്ട് ഇങ്ങനെ ഒരു പറയേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പ്രശ്നം, എൻ്റെ ഒരു കാഴ്ചപ്പാട്. മനസ്സിലായി. ഇപ്പോൾ ഡോക്കിനെ നമുക്ക് കാസ്ട്രോ വഴി അറിയുള്ളൂ ഇല്ല, സെയിം തൊപ്പി നമുക്ക് അച്ചായനെ തൊപ്പി വഴി അറിയുള്ളൂ, മനസ്സിലല്ലേ? ഇങ്ങനെയാണ് സംഭവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ കയറിയിട്ടാണ് അച്ഛൻ എന്തോ പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് പച്ചത്തെറി ഇടല്ലേ, പോട്ടെ. അതാണ് സംഭവം. എന്നിട്ട് അതിനുശേഷം എന്താ ചോദിച്ചാൽ കുറെ BGM കുത്തിക്കയറ്റി തൊപ്പി എന്താ വണ്ടി എങ്ങനെ എടുക്കുന്നൊക്കെ പണ്ട് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നു ഇടല്ലേ, കുറെ വീഡിയോസ് വന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പിള്ളേർ ഡോക്കിനൊക്കെ തെറി വിളിക്കേണ്ടത്, കാസ്ട്രോനൊക്കെ തെറി വിളിക്കേണ്ടില്ല. ബട്ട് ഞാൻ എന്താ വെച്ചാൽ കാസ്ട്രോനെ കൂടുതൽ തൊപ്പിയും കുഴപ്പമില്ല. തൊപ്പിനൊന്നും എനിക്ക് വലിയ ഇഷ്ടക്കുറവൊന്നുമില്ല. എന്താ വെച്ചാൽ ഈ ലൈവ് ആയിട്ട് എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. ബട്ട് അച്ചായം കയറി പറയേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് കാസ്ട്രോ ഒരു വീഡിയോ ഇറക്കേണ്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ തൊപ്പി കാസ്ട്രോ ഡോക്കി വേഴ്സസ് അച്ചായൻ ഇഷ്യൂ എന്താന്ന് പറഞ്ഞിട്ട് സംഭവം പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് എന്താ എവിടെന്നാ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പ്ലേ ചെയ്താ. ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒന്ന് പുറത്തു പോയതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് കറക്റ്റ് ഇവർ മുന്നിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത് നമ്മൾ പരിപാടിക്ക് വന്നിട്ട് ഇവർക്ക് പാസും കാര്യമില്ലാത്തതിന് കുറേ നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു. എനിക്കൊന്നൊരു 10-15 മിനിറ്റോളം അവിടെ പോസ്റ്റ് ആയിട്ട് അവർ ബാക്കിൽ നിൽക്കുകയായിരുന്നു, നമുക്ക് പരിപാടിക്ക് കയറാനിട്ടാണ്. അങ്ങനെ എന്നിട്ട് കുഴപ്പമില്ലാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന്. എന്നിട്ടും ആണ് പിന്നെ നമ്മുടെ അടുത്ത് വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് 2 പാസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ തൊപ്പി സംസാരിക്കുമ്പോൾ ഓക്കെ, കാരണം നമുക്ക് പരിചയമുള്ള ഗെയിമിംഗ് കമ്മിറ്റികളാണ്. ഞാനും അതേ രീതിയിൽ കമ്പനി ആയിട്ട് തന്നെ സംസാരിച്ചുള്ളൂ, അല്ലെങ്കിൽ ഓരോന്നും കാട്ടിക്കൊള്ളുമ്പോൾ എല്ലാം തമാശ രീതിയിൽ ഇതാക്കിയിട്ടുള്ളൂ. അതിനുശേഷം അച്ചായൻ വന്നിട്ട് എന്തോ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഏതാണ്, എവിടെയാണ്, എൻ്റെ വീട് എവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കൊന്നും അറിഞ്ഞിട്ടാണോ അത് അറിയാനിട്ടാണോ അറിയില്ല, അങ്ങനെ ഒരു ആക്കിയ രീതിയിൽ അങ്ങനെ സംസാരിച്ചു, ആരാണ് എന്നൊക്കെ രീതിയിൽ. അപ്പൊ അത് അവന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അത് ചുമ്മാ നമ്മൾ അറിയാൻ ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും പറയാം, എനിക്കത് അതേപോലെ വന്നു, ഒരു കണ്ടന്റ് വേണ്ടി ചെയ്യണ പോലെ തോന്നിയത്. ഇവനെ കണ്ടിട്ട് അറിയാൻ പാടില്ല. ഇപ്പൊ എന്നെ അറിയാൻ പോലെ, എന്നെ അറിയാത്തൊരു കുറെ പേരുണ്ടാവും. പക്ഷെ ഇവനറിയാൻ പാടാത്തൊരു പറഞ്ഞാൽ ഗെയിം ഫീൽഡിൽ നിൽക്കണം, ഗെയിം തൊപ്പിലൂടെ നിൽക്കുന്നത്. അപ്പൊ അറിയാൻ പറ്റും, സാധാരണ അറിയാൻ പറ്റും, അത് ഉറപ്പായിട്ട് അറിയാൻ പറ്റും. കാരണം കളിയാക്കി. അപ്പൊ പുള്ളിക്കാരൻ കളിയാക്കണം, പുള്ളിക്കാരൻ തിരിച്ചൊരു കളിയാക്കൽ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തൊപ്പിയെടുത്ത് ചോദിച്ചത്. തൊപ്പി ധാരാണെന്ന് ഞാൻ ചോദിച്ചു, ഡയറക്റ്റ് തൊപ്പി ധാരാളം ചോദിച്ചു. അപ്പൊ മാനോട് തൊപ്പി ധാരാളം ചോദിച്ചു. അപ്പൊ പറഞ്ഞു പുള്ളിക്കാരൻ പറഞ്ഞു, തൊപ്പി പറഞ്ഞു അറിയില്ലെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്കറിയില്ലാന്ന് പറഞ്ഞു.
അപ്പോൾ തൊപ്പിയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ആരാണെന്ന് അറിയാൻ പാടില്ലെന്ന്. അപ്പോൾ എനിക്കൊന്നും അറിയാൻ പാടില്ല ഇവനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ ഡയറക്റ്റ് പറഞ്ഞു എനിക്കും നിന്നെ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീ അറിയാതിരിക്കാൻ വേണ്ടി അച്ഛനൊന്നും അല്ല എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ ഫസ്റ്റ് തെറി വിളിച്ചു തുടങ്ങി. അത്ര അങ്ങോട്ടും ഇങ്ങോട്ടും മാനേരിയിലൊന്നുമില്ല. അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് എന്തായാലും അറിയാതിരിക്കാൻ എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല എന്ന് പറഞ്ഞു. അവിടെ ചുമ്മാ തന്തക്ക് വിളിക്കേണ്ട അപ്പനെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. തന്തക്ക് വിളിച്ചിട്ട് കേട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് എത്ര വയസ്സിന് മൂത്തവരാണെങ്കിലും തന്തക്ക് വിളിച്ച് കഴിഞ്ഞാൽ കേട്ടിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നല്ല ട്രിഗറായിട്ട് ഞാനോ തന്തക്കനെ വിളിച്ചു. പിന്നെ കമന്റിൽ വേറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ മറ്റേ തൊപ്പി ഇവന്റെ കാറിൽ കയറിയപ്പോൾ ഞാൻ ഇറങ്ങി പോകാനൊക്കെ തൊപ്പിയെടുത്ത് പറഞ്ഞു. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇവൻ തൊപ്പിക്ക് ഒരു ബാഡ് സിറ്റുവേഷൻ വന്നപ്പോ കൂടെ ഉണ്ടായിരുന്നതും ഗ്യാസ്ട്രോ മാത്രമാണ്. ഇപ്പൊ അവനക്ക് ലാപ്പ് കൊടുത്തിട്ടാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ ആ ഒരു ഇതിലെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പൊ ഫുള്ള് ആൾക്ക് മാത്രമായിട്ട് ഹെൽപ്പ് ആയിട്ട് വന്നേക്കണം. ഉപകാരം ചെയ്തില്ല ഉപദ്രവം കിട്ടുന്ന അവസ്ഥയാണ്. അന്ന് ആരൊക്കെ പൊക്കിയിട്ടുണ്ടോ അവരെ തന്നെയാണ് ഇപ്പൊ വന്നിട്ട് ഏറ്റവും കൂടുതൽ തെറിയും കാര്യങ്ങളായിട്ട് അതിന്റെ ഇരട്ടിയായിട്ട് കിട്ടണത്. അവിടെ പച്ച ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ ഊക്കിയിട്ട് ഇങ്ങനെ എന്നെ ഇതാക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ഇതെന്താ ഇന്നോല്ലേ അതല്ലേ എന്നൊക്കെ പറയുമ്പോൾ തിരിച്ച് അവനെ ഡോക്കി ആ രീതിയിൽ തന്നെ ഞാനും തിരിച്ചു നോക്കി. അത് പക്ഷേ പുള്ളിക്കാരന് ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല? പുള്ളിക്കാരൻ നോക്കാക്കി നമുക്കും തിരിച്ചു നോക്കാം. ആ സമയത്ത് ഇഷ്ടപ്പെടാണ്ട് അച്ഛനെ വിളിക്കുന്നത് ശരിക്കും അച്ഛനെ വിളിക്കുന്നത് തെറി പറയുന്നത് ഞാൻ തെറി പറയണമെന്ന് പറഞ്ഞില്ല. എന്നെ അച്ഛനെ വിളിച്ചാൽ ഞാൻ കേട്ടോണ്ടിരിക്കില്ല. ഞാൻ തെറി പറഞ്ഞു നല്ല രീതിക്ക് അങ്ങോട്ടും തെറി പറഞ്ഞു. വീഡിയോ കാണുമ്പോൾ കുറെ പേര് തെറി പറയുന്നത്. ഇപ്പൊ വീഡിയോ കാണുന്ന ആരാൾ നിങ്ങളുടെ തന്തയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കേട്ടോണ്ടിരിക്കും. അത്രയാണ് ചെയ്തുള്ളൂ. ഞാനും ചെയ്തുള്ളൂ. എന്നെ തെറി വിളിച്ചാൽ പറഞ്ഞു. ആ ഒരു ലൈവിന്റെ കമന്റ് ബോക്സിലാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് കണ്ട് കാര്യം പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ ഓക്കേന്റെ പേരില് മറ്റേ പുറത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആളെയൊക്കെ വിളിച്ചു വരുത്തി മറ്റേ പൈസ ഒക്കെ ഇട്ട് നടത്തത്. അതൊക്കെ എന്ത് റോളാ. ലൈവിൽ തന്നെ ഉണ്ട്. തൊപ്പിയുടെ ലൈവിൽ തന്നെ ഉണ്ട്. അത് മറ്റേ കോൾ ചെയ്യുന്നു, ലൈവിൽ തന്നെ കോൾ ചെയ്യുന്നു, ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തുന്നു, കൊട്ടേഷൻ വേണ്ടി ഇടിക്കാൻ വേണ്ടി ആളെ വിളിച്ചു വരുത്തുന്നു. ഞാൻ അവിടെ കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഞാൻ വേറെ വഴിയിൽ പുറകെ കൂടി അടുക്കള വഴിയൊന്നും ഞാൻ എന്തായാലും പോയില്ല. ഞാൻ ഫ്രണ്ടിൽ കൂടി തന്നെ പോയത്. ഇത്രയും ഇതിൽ പറയാനുള്ളത് വേറെ ഒന്നുമില്ല. കാരണം ഓൾറെഡി സ്റ്റാർട്ടിങ് തന്നെ ഇവർക്ക് ബാഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അച്ഛന കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഞാൻ ആ കാരണം ഡാഷ് ക്യാമിലുണ്ട് നമ്മൾ ഇപ്പം പറയുന്നത് നമുക്ക് പോകാൻ മൈൻഡ് ചെയ്യാൻ നിൽക്കണം നമ്മൾ. അപ്പോൾ അതാണ് കിലോയുടെ സംഭവം. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമന്റും കാര്യങ്ങളൊക്കെ നോക്കിയില്ല എല്ലാത്തിലും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ അച്ഛയും തുടക്കം തൊട്ട് വള്ളി പിടിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സംഭവം ഏറെക്കുറെ ശരിയാണ് കിലോയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കമന്റും കാര്യങ്ങളും നോക്കുന്നുണ്ട്. 100% തെറ്റ് അച്ഛൻ്റെ ഭാഗത്ത് തന്നെയാണ്. സംഭവം ഇത് ശരിയാണ് കിലോയുടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോർമലായിട്ട് സംസാരിച്ചു. ഡോക്കിയും അച്ഛനും ആദ്യം തൊപ്പിയൊക്കെ നോർമലായി സംസാരിച്ചു. അറിയില്ലെന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവന് ചാട്ടി കയറി കൊണ്ട് തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കിലോയുടെ അച്ഛനെ. എന്താ സംഭവം എന്ന് പറഞ്ഞത് ഇപ്പോൾ വള്ളി പിടിച്ചിട്ട് എന്ത് കിട്ടാണ്ട് ലൈവ് ഓൾറെഡി വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊപ്പിക്ക്. ഇനിയിപ്പോൾ അങ്ങനെ ഇപ്പോൾ കണ്ടന്റ് ഉണ്ടാക്കി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പോകണം എന്നുള്ളതോ ഇതൊന്നും ഇല്ല. സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർ ചെയ്തു പോയി. ഇനിയിപ്പോൾ എന്താ പറയുക. അപ്പോൾ ഇതാണ് കാസ്ട്രോനെ ഇപ്പോൾ ഇവരൊക്കെ തെറി വിളിക്കുന്നവരോട് പറയാനുള്ള ഇതാണ് ശരിക്കുള്ള സംഭവം. അല്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇനിയിപ്പോൾ BMW കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് തൊപ്പി വിഷമമൊന്നും ഇല്ല. തൊപ്പി നോർമലായിട്ട് എന്ന് വെച്ചാൽ അവർ ഫ്രണ്ടാണ് ഇല്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഒരു അച്ചായം വന്നിട്ടാണ് ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയത്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ ലൈവ് ആ സ്പോട്ടിൽ കണ്ടവർക്ക് മനസ്സിലാവില്ല. അതിനുശേഷം ഫസ്റ്റ് ഉള്ളതൊക്കെ കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവും. പിന്നെ ഈ കാസ്ട്രോന്റെ വീഡിയോ എടുത്ത് നോക്കിയവർക്ക് മനസ്സിലാവും. അതിനുശേഷമുള്ളവർക്ക് നോക്കിയാൽ മനസ്സിലാവും കിലോടല്ലേ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ എനിക്കും അത് പറയാനുള്ളൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കിലോടെ 2 ദിവസമൊക്കെ ഇതിന്റെ വീഡിയോ എങ്ങനെയാണ് എന്താ സംഭവം എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാണ് കിലോടെ റിയൽ ആയിട്ടുള്ള പ്രശ്നം. അപ്പോൾ അത്രേ ഉള്ളൂ.